ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മഹാബുദ്ധിമാനായ സൗമിത്രിയുടെ വാക്കുകൾ കേട്ട സത്യസ്വരൂപി ഗുണാന്വിതനായ കുമാര വൃത്രന്റെ വധം വിശദമായി പറയൂ. അഗ്രജാജ്ഞ ശിരസാ വഹിച്ച സുമിത്രാനന്ദവർദ്ധനൻ ആ ദിവ്യകഥയെ തുടർന്നു. മഹാപ്രഭോ, വാസവന്റെയും വാനോരുടെയും വാക്കുകൾ കേട്ട വൈകുണ്ഠദേവൻ സസ്മിതം അരുളി ചെയ്തു. മഹാനാണ് വൃത്രൻ. അവനുമായി ആദ്യമേ തന്നെ എനിക്ക് വേഴ്ചയുണ്ട്. നിങ്ങളുടെ പ്രിയത്തിനു വേണ്ടി മാത്രം ദൈത്യവരനെ ഞാൻ നിഗ്രഹിക്കുകയില്ല. എന്നാൽ എന്നെ അഭയം പ്രാപിച്ചവരെ രക്ഷിക്കുകയും സുഖമേകുകയും ചെയ്യണം. അതിനാൽ വൃത്രവധത്തിനുള്ള ഒരു ഉപായം വ്യക്തമാക്കിത്തരാം. എന്നെ 3 വിഭജിക്കുന്നു. അതുകൊണ്ട് അമരേന്ദ്രന് അസുരനെ ഹനിക്കുവാൻ സാധിപ്പിക്കാം. എൻ്റെ ഒരംശം ഇന്ദ്രനിൽ, മറ്റൊരു ഭാഗം വജ്രത്തിൽ, 3ാമത്തേത് ഭൂമിയിലും. ഇപ്പോൾ സുരേന്ദ്രന് വൃത്രനെ വധിക്കാം. ദേവദേവന്റെ നിർദ്ദേശം കേട്ട ദേവന്മാർ തൊഴുതുകൊണ്ട്, അസുരാന്തകനായ അവിടുന്ന് കൽപ്പിക്കുന്നതേതും സത്യമാകാതിരിക്കുകയില്ല. മഹേശ്വര, അവിടുത്തേക്ക് മംഗളം. വൃത്രാസുരവധത്തിന് ഞങ്ങൾ പോകട്ടെ. അനുഗ്രഹപൂർവം അവിടുത്തെ ദിവ്യ തേജസ് അമരേന്ദ്രനിൽ അണയട്ടെ. ശുക്രാദി ദേവന്മാർ മടങ്ങി. മഹാത്മാവായ ദാനവേന്ദ്രൻ തപസ്സു ചെയ്യുന്ന ഘോരവിപിനത്തിൽ അവരെല്ലാവരും എത്തി. ഉജ്ജ്വല തേജസ്സിനാൽ ആവൃതനായി, 3 ലോകങ്ങളെയും നുകരുന്നവനായി, വാനുലകം മുഴുവൻ എരിയിക്കുന്നത് പോലെ ധ്യാനനിഷ്ഠനായി നിൽക്കുന്ന അസുര പെരുമാളെ കണ്ടപ്പോൾ തന്നെ വിണ്ണവർ നടുങ്ങി. എങ്ങനെയാണ് ഇവനെ നിഗ്രഹിക്കുക? എങ്ങനെയായാലാണ് നമുക്ക് പരാജയം വരാതിരിക്കുക എന്നായി അവരുടെ ചിന്ത. ആ സന്ദർഭത്തിൽ പുരന്ദരൻ അമേയ വജ്രായുധം എടുത്ത് മഹാവിഷ്ണുവിനെ പ്രണമിച്ച് വൃത്രാസുരന്റെ ശിരസിനെ ലാക്കാക്കി വിട്ടു. ഘോരമായ കാലാഗ്നിയെപ്പോലെ, ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെ വീഴുന്ന വൃത്രശിരസിനെ കണ്ട് ലോകം പേടിച്ചരണ്ടു. ഉത്തമോത്തമനായ ദൈത്യനെ നിഗ്രഹിച്ചത് ഒട്ടും നന്നായില്ലെന്ന് തോന്നിയ ദേവേന്ദ്രൻ പാരിൻ്റെ അതിർത്തിയിലേക്ക് ഓടി. എന്നാൽ ബ്രഹ്മഹത്യ നിഴൽ പോലെ അനുഗമിച്ചു. ദ്രുതഗമനം ചെയ്യുന്ന വാസവന്റെ അംഗങ്ങളിൽ കയറി. ദുഃഖസാഗരത്തിൽ അദ്ദേഹം ആമഗ്നനായി, ശത്രുഹതനായി. പക്ഷേ ചക്രനില്ലാതെ വിഷമിക്കുകയാണ് അഗ്നി തുടങ്ങിയ ദേവന്മാർ. സർവ്വലോകൈകനാഥനായ മഹാവിഷ്ണുവിനെ തന്നെ വീണ്ടും വീണ്ടും അവർ സ്തുതിച്ചു. മഹാദേവ, അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ആശ്രയവുമില്ല. ലോകപിതാമഹന്റെ പിതാവായ അവിടുന്ന് സമസ്ത ഭൂത സംരക്ഷണത്തിന് മഹാവിഷ്ണു രൂപം കൊണ്ടിരിക്കുകയല്ലേ? പ്രഭു, അവിടുത്തെ തിരുവുള്ളം ഇല്ലെങ്കിൽ വൃത്രനെ വധിക്കുവാൻ ആർക്കാണ് സാധിക്കുക? ദേവദേവ, പുരന്ദരനെ ബ്രഹ്മഹത്യാഭാവം ബാധിച്ചിരിക്കുന്നു. ചരാചര സ്വരൂപിയായ ഭഗവാനെ, ഞങ്ങളിൽ കനിഞ്ഞ് അനുഗ്രഹിക്കണേ. ഇതിന്നൊരു മോചനം തരണേ. സർവലോക നിയന്താവായ വിഷ്ണു, ഇന്ദ്രൻ എന്നെ യജിക്കട്ടെ. വജ്രിയെ ഞാൻ സംശുദ്ധനാക്കാം. പുണ്യമായ അശ്വമേധം കൊണ്ട് പാകശാസനൻ എന്നെ പൂജിച്ചാൽ നിർഭയനായി തീരും. വീണ്ടും പൂർവവൽ അണ്ടർക്കോനായി വാഴും. അമൃതനൊത്ത വാക്കുകൾ അരുളി ചെയ്ത വൈകുണ്ഠനാഥൻ വാനോരെല്ലാം സ്തുതിഗീതങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കെ സുസ്ഥാനത്തിലേക്ക് എഴുന്നള്ളി. പുരുഷോത്തമനായ ലക്ഷ്മണൻ വൃത്രാസുര കഥയുടെ ബാക്കി ഭാഗവും തുടർന്നു. ദേവന്മാർക്കെല്ലാം ഭയമേകിയ വീരവൃത്രനെ നിഗ്രഹിച്ച ഇന്ദ്രനെ ബ്രഹ്മഹത്യ ബാധിച്ചപ്പോൾ മൂർച്ചയാർന്നു വീണു. തെളിവോ വെളിവോ ഇല്ലാതെയാണ് വാസവൻ പാർത്തലത്തിൻ്റെ അതിർത്തിയിലെത്തിയത്. ഉഴയ്ക്കുന്നൊരു മഹാസർപ്പം പോലെ അനേക നാളുകൾ അവിടെ കഴിഞ്ഞു. ത്രിലോകനാഥനായ ദേവേന്ദ്രനില്ലാത്ത കാലം ലോകമാകെ ഭയന്നു. ഭൂമിയെല്ലാം നശിക്കുന്നത് പോലെ വരണ്ടു തുടങ്ങി. കാടുകൾ ഉണങ്ങി, പുഴകൾ വറ്റി, ജലാശയങ്ങൾ കണ്ടവിണ്ടു. ജീവികൾ അവശരായി അലഞ്ഞു. എങ്ങും മഴയില്ലാതെയായി. ഇങ്ങനെ പാരിടത്തിൽ ആകെ പറ്റിയ ഉടവ് കണ്ട് ഉഴന്ന സുദാശനന്മാർ മഹാവിഷ്ണുവിൻ്റെ അരുളപ്പാട് ഓർത്ത് യജ്ഞം ചെയ്യുവാൻ ഒരുങ്ങി. സർവ്വദേവന്മാരും മഹർഷീശ്വരന്മാരായ പുരോഹിതന്മാരും ഒന്നിച്ചു ചേർന്നു. ഭയക്രാന്തനായി വിഷമിക്കുന്ന വാസവന്റെ അടുത്തു ചെന്ന് ബ്രഹ്മഹത്യാബാധിതനായ അദ്ദേഹത്തെ നോക്കി. വജ്രിയെ മുൻനിർത്തി മഹായജ്ഞം ആരംഭിച്ചു. മഹാത്മാവായ മഹേന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപം ഒഴിക്കുവാൻ യഥാവിധി ആർഭാടത്തോടുകൂടി തന്നെ അശ്വമേധം ആരംഭിച്ചു. യാഗാവസാനത്തിൽ ബ്രഹ്മഹത്യ ദേവന്മാരുടെ മുന്നിൽ സ്വന്തം രൂപത്തിൽ നിന്ന് എനിക്ക് താമസിക്കുവാനുള്ള സ്ഥലം നിങ്ങൾ ഏർപ്പെടുത്തി തരണം. ആ വാക്കുകൾ സുരന്മാരെ സംപ്രീതരാക്കി. ബ്രഹ്മഹത്യയോട് എല്ലാവിധ ദുഃഖങ്ങൾക്കും
അധിവാസസ്ഥാനമായ നീ എന്നെ 4 പകുക്കൂ. മഹാത്മാക്കളായ അമരന്മാരുടെ ആജ്ഞ കേട്ട ബ്രഹ്മഹത്യ 4 നിന്നു. ഓരോ അംഗത്തിനും വേറെ വേറെ പാർപ്പിടമാണ് ആ ദുഃഖവാസിനി യാചിച്ചത്. എൻ്റെ ഒരു ഭാഗം സ്വൈരചാരിണിയായി വർഷകാലം 4 മാസം നിറഞ്ഞു നിൽക്കുന്ന നദികളിൽ വസിച്ച് മതമകറ്റും. ദുഃഖങ്ങൾക്ക് മുഴുവൻ കേന്ദ്രമായിരിക്കുന്ന എൻ്റെ ദേഹത്തിലെ ഒരു ഭാഗം കൊണ്ട് എല്ലാ കാലത്തും ഭൂമിയിൽ പാർക്കും. തീർച്ച, ഈ പറയുന്നത് മുഴുവൻ സത്യമാണ്. 3-ാമത്തെ അംശം തരുണികൾ രജസ്വലകളാകുമ്പോൾ ആദ്യത്തെ 3 ദിവസങ്ങളിൽ അവരിൽ അധിവസിച്ച് മതമകറ്റും. ദോഷവിഹീനരായ ബ്രാഹ്മണരെ അസത്യഭാഷണം കൊണ്ട് വിഷമിപ്പിക്കുന്നവരിൽ 4-ാമത്തെ ഭാഗം ചെന്നുചേരും. വാനവർ പെട്ടെന്ന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഹേ ദുഃഖവാസിനി, നീ പറയുന്നത് പോലെയെല്ലാം വന്നു ചേരട്ടെ. യഥേഷ്ടം അതിവേഗത്തിൽ പോയിക്കൊള്ളൂ. സന്തുഷ്ടരായ ദേവന്മാർ സഹസ്രാക്ഷനെ വന്ദിച്ചു. ബ്രഹ്മഹത്യാപാപം വേർപ്പെട്ട വാസവൻ പരിശുദ്ധാത്മാവായി മാറി. ഇന്ദ്രവാഴ്ച ആരംഭിച്ചു. ഭൂമിയിൽ നിന്ന് ഈതി ബാധകളെല്ലാം വിട്ടുപോയി. അത്ഭുതജനകമായ പുണ്യം നൽകിയ യജ്ഞത്തെ ഭക്തിപൂർവം ശക്രൻ വന്ദിച്ചു, പൂജിച്ചു. അശ്വമേധ മഹായാഗത്തിൻ്റെ ഫലം ഇത്രയ്ക്കുണ്ട്. മഹാപ്രഭുവായ രഘുനന്ദന, രാജരാജേശ്വര, വാജിമേധം യഥാവിധി കഴിക്കൂ. ശ്രേഷ്ഠനായ ലക്ഷ്മണന്റെ മധുരവാക്കുകൾ അമരേന്ദ്ര സമാന വിക്രമവും ഓജസ്സുള്ള മഹാപുരുഷൻ ശ്രീരാമചന്ദ്രനെ ആനന്ദപ്തിയിൽ ആറാടിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.